നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ഈ തിങ്കളാഴ്ച മുതൽ പിഴ ചുമത്തി തുടങ്ങും. അതിനിടയിലാണ് വിവാദകരമായ ഒരു പ്രസ്താവന ഗതാഗത മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത്. AI ക്യാമറയ്ക്ക് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഡിറ്റക്റ്റ് ചെയ്യാനാകും എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇത് വിശ്വസനീയമാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം പൊതുവേദിയിലേക്ക്. കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ ആ പ്രഖ്യാപനം ഒന്ന് കാണാം. 12 വയസ്സുള്ള കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കുമെന്ന് പറയുമ്പോൾ അതാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് അത് ഡിറ്റക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ കണ്ടെത്തും. ഒരു കുട്ടിയുടെ പ്രായം എങ്ങനെ അതെ അസസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ക്രമീകരിക്കും. അല്ല ശാസ്ത്രീയ ആ സംശയമൊക്കെ ദൂരീകരിക്കപ്പെടും. പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആ സംശയം മാറിക്കിട്ടും. ആദ്യ കോളർ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് സാധ്യമായ കാര്യമാണോ? ഇത് തികച്ചും അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായം അറിയാമെങ്കിൽ പിന്നെ ഈ വണ്ടി വരുന്ന എല്ലാവരും പ്രായം വേണമെങ്കിൽ അത് കണ്ടുപിടിച്ചുകൂടെ? അത് സ്വാഭാവികമായിട്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈവെക്കുന്ന പണിയാവില്ലേ? അപ്പം ഇങ്ങേര് വെറുതെ മന്ത്രി എനിക്കിപ്പോ അങ്ങനെ പറയാമോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പുള്ളി ഒരു പൊട്ടത്തരം പറഞ്ഞതായിട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും വശങ്ങൾ ഉണ്ടോന്നറിയില്ല. അത് എന്റെ അറിവുള്ളവർ വേണം പറയാൻ. എന്റെ ഒരു അഭിപ്രായത്തിൽ അത് വെറുതെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി രവീന്ദ്രൻ അഭിപ്രായം പങ്കുവച്ചതിന്. ആലപ്പുഴയിൽ നിന്ന് നജീബ് വിളിക്കുന്നു. ശ്രീ നജീബിന് എന്ത് തോന്നുന്നു? മന്ത്രിയുടെ ഈ പ്രഖ്യാപനം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ക്യാമറകൾക്ക് അങ്ങനെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ടോ? ഞാൻ താങ്കളിലേക്ക് വരാം. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ചേരുന്നു. ശ്രീ മുഹമ്മദ്, താങ്കളും ഈ മന്ത്രിയുടെ പ്രസ്താവന കേട്ടിരിക്കുമല്ലോ. ഈ വയസ്സ് കണ്ടെത്താനുള്ള ഒരു സംവിധാനം AI ക്യാമറയ്ക്കുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം, പറയൂ, കേൾക്കാം. പിന്നെ അത് ചിലപ്പോൾ ആ പരിപാടിയില് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാനോ സാധിച്ചു എന്ന് വരും ഈ കാലഘട്ടത്തില്. അപ്പൊ അത് പ്രകാരം പറഞ്ഞതായിരിക്കും മന്ത്രി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിന്ന് അബ്ദുൾ റഹ്മാൻ വിളിക്കുന്നു. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഈ ക്യാമറകൾ വരികയാണ്, വലിയ ആശങ്കയിലാണ് ആളുകൾ. ചെറിയ കുട്ടികളുള്ളവർക്ക് ആ കുട്ടികളുമായി ഇരുചക്ര വാഹനത്തിൽ പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കും എന്നാണ് മന്ത്രി പറയുന്നത്. അതിന് ഈ ക്യാമറകൾക്ക് 12 വയസ്സുള്ള കുട്ടികളെ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികളെ കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു, ചാക്കോ എവിടെ നിന്ന് വിളിക്കുന്നു? നെടുങ്കണ്ടത്തുനിന്ന്. ചാക്കോന് എന്ത് തോന്നുന്നു? ഈ 12 വയസ്സുള്ള കുട്ടികൾക്ക് ഈ ക്യാമറയിൽ ഒരു ഇളവ് കിട്ടും എന്നാണോ കരുതേണ്ടത്? അങ്ങനെ ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ക്യാമറ എന്ന് പറയുന്നത് തന്നെ പലയിടത്തും സ്ഥാപിച്ചേക്കുന്നതിനകത്ത് ഈ ഹെൽമെറ്റ് പിടിക്കുക എന്നുള്ളതാണ് മുഖ്യമായ സംഗതി. അത് അതിനകത്തുനിന്ന് ആരെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വാഹനങ്ങൾ അമിത സ്പീഡിൽ പോകുന്നത് പിടിക്കാൻ സംവിധാനമില്ല. രണ്ടാമത് ഡിമ്മടിക്കാതെ പോകുന്ന വണ്ടികൾ പിടിക്കാൻ സംവിധാനമില്ല. അതുപോലെ LED ബൾബുകൾ
ഇതൊക്കെ ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്ന സംഗതികൾ പിടിക്കാനായിട്ടുള്ള സിസ്റ്റം ഇല്ലാതെ ഹെൽമറ്റ് മാത്രം അല്ലെങ്കിൽ പ്രായം നോക്കി 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് പിഴ ഒഴിവാക്കുമെന്ന് പറയുന്നതിനകത്ത് യാതൊരു വിധമായ സത്യവുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആളുകളെ തൽക്കാലത്തെ തട്ടിവിട്ടതായിരിക്കും അല്ലേ? അതെ. ഷാനവാസ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഷാനവാസ് തിരുവനന്തപുരത്ത് നിന്നാണോ വിളിക്കുന്നത്? ഷാനവാസിന് എന്ത് തോന്നുന്നു ഈ മന്ത്രിയുടെ പ്രസ്താവന കേട്ടിട്ട്? ഹലോ, കേൾക്കാം, പറയൂ ഷാനവാസ്. ആലപ്പുഴയിൽ നിന്ന് നജീബ് ചേരുന്നുണ്ട്. നജീബിന് എന്ത് തോന്നുന്നു? മന്ത്രി പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അതിലുപരി നമ്മുടെ നാട്ടിലെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഒരു 20-25 വർഷത്തിന് മുമ്പ് ഫോണിൽ കൂടെ ഇങ്ങനെ മൊബൈലിൽ കൂടെ സംസാരിക്കാൻ പറ്റും നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ട് പോലും 20-30 വർഷത്തിന് മുമ്പ്. ഇപ്പൊ നമുക്ക് നേരിട്ട് ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഗൾഫിൽ ഉള്ളവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഇത് വലിയ അത്ഭുതം എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ 12 വയസ്സായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കാണും. ചിലപ്പോൾ 12 വയസ്സായിട്ട് 18 വയസ്സായിട്ട് 13 വയസ്സിന്റെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് കാണും. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താങ്കൾ? അല്ല, നമ്മൾ 20-25 വർഷത്തിന് മുമ്പ് മൊബൈലിന്റെ കാര്യം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴുണ്ടോ എന്നതാണ്. തിരിച്ചു പോയിക്കാണ് 30 വർഷത്തിന് മുമ്പ് നമ്മുടെ 30 വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് ഉണ്ടാകുമെന്നല്ല. ജൂൺ 5-ന് ഈ പിഴ ഈടാക്കി തുടങ്ങുമ്പോൾ ഇത് സാധ്യമാകുമെന്നാണ് മന്ത്രി പറയുന്നത്. അത് സാധ്യമാകുമെന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, നമ്മൾ മന്ത്രി പറയുന്നത് കേൾക്കണം, വേറൊരാൾ പറയുന്നത് കേൾക്കണം. നമ്മളേതാ വിശ്വസിക്കേണ്ടത്? അപ്പൊ താങ്കൾ വിശ്വസിക്കുന്നു പൂർണ്ണമായും 12 വയസ്സുള്ള ആളുകളെ ഡിറ്റക്ട് ചെയ്യാൻ ഈ ക്യാമറകൾക്ക് കഴിയും എന്ന്? അങ്ങനെ ക്യാമറകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായും വിശ്വസിച്ചേ പറ്റത്തുള്ളല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതല്ലേ. വളരെ നന്ദി. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ജയകുമാർ എന്ത് തോന്നുന്നു? ഇത് സാധ്യമാകുമോ അതോ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് ഇത് വഴിവെക്കുമെന്നാണോ തോന്നുന്നത്? നമസ്കാരം. യെസ്, സാധ്യമാകുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ഈ മന്ത്രിയാണല്ലോ പറയണത്. ഈ മന്ത്രിക്ക് ഭയങ്കര പല അത്ഭുതശക്തിയുള്ള മന്ത്രിയാണ്. കോടതിയിൽ നിന്ന് തൊണ്ട് പോലെ വാങ്ങി രണ്ടായിട്ട് കണ്ടിച്ച് വിദേശ രാജ്യത്തുള്ള പ്രതിയെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ പ്രായം നിശ്ചയിച്ച് ഒരു ക്യാമറ വയ്ക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നടക്കുമായിരിക്കും. അത് ശരി, നടക്കുമായിരിക്കും. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ജോസഫ് എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ജോസഫ്, തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ തന്നെ, ടൗണിൽ തന്നെയാ, സിറ്റിയിൽ തന്നെ. ജോസഫ് ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളാണോ? ഇരുചക്ര വാഹനം ഓടിക്കും. കുട്ടികളൊക്കെയായി യാത്ര ചെയ്യുന്ന ആളാണോ? കുട്ടികളായിട്ട് ചെറുപ്പത്തിൽ യാത്ര ചെയ്യുന്നു. അതിൽ ഭയങ്കര കുറ്റബോധമുണ്ട്. കാരണം സ്കൂട്ടറും ബൈക്കൊക്കെ ഒരാൾക്ക് യാത്രയുള്ള വണ്ടിയാണ്. അതിൽ മാക്സിമം 2 ആള്. ഈ കുട്ടികളെയും കൊണ്ട് പോകാന്ന് പറയുന്നത് താനൊരു ബോട്ടിൽ പോകണ മാസത്തെ പരിപാടിയാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരു വയസ്സായി കുട്ടികൾ കൊണ്ടുപോകുമ്പോഴെന്ന അഭിപ്രായക്കാരന് ഞാൻ. മാത്രമല്ല, ഈ റൂളൊക്കെ ഫ്രെയിം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. നമ്മുടെ മറ്റേ ജയകുമാർ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ സോളാർ മറ്റ് പരിപാടികളുള്ള ആളാണ്. അങ്ങനെ പറഞ്ഞ മാതിരി മന്ത്രിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 42 മന്ത്രിമാര് രാത്രിയിൽ ഭാഗവതം പഠിപ്പിച്ച പാട്ടിൽ ആളാണ് ജയകുമാർ. അതുകൊണ്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികളെ പാടില്ല, കുട്ടികളെ കയറ്റാനേ പാടില്ല. ക്യാമറയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നോക്കേണ്ടതെന്നല്ലേ? അതൊരു ബസ്സിൽ പോവാ, എങ്ങനെ യാത്ര ചെയ്യും? നമ്മള് അത് പോവരുത്. താനൂര് ബോട്ട് പോയി ആൾക്കാരുടെ കാര്യം അറിയാലോ. അതല്ല കേസ്. താനൂര് ബോട്ട് 6 മണിക്ക് ശേഷം ഓടിക്കില്ലാന്ന് ഈ പത്രക്കാർ പറഞ്ഞിരുന്നു, ഓർമ്മയില്ല? അവസാനം 6 മണിക്ക് ശേഷം അപകടം ഉണ്ടായപ്പോ പത്രക്കാരൊക്കെ നേരെ തിരിഞ്ഞു. ഇത്രയുള്ള അതിന്റെ കാര്യം. ഏതായാലും വളരെ നന്ദി. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുന്നു. അതിനുശേഷം വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. നമസ്കാരം. വീണ്ടും പൊതുവേദിയിലേക്ക്. പൊതുവേദി തുടരുകയാണ്. മന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഗതാഗത മന്ത്രി ആന്റണി രാജു. അദ്ദേഹം വ്യക്തമാക്കിയത് 12 വയസ്സിന് താഴെയുള്ള ആളുകളെ കണ്ടെത്താൻ AI ക്യാമറകൾക്ക് കഴിയും. അതുകൊണ്ട് കുട്ടികളുമായി സഞ്ചരിക്കുന്നവർക്ക് ഇളവ് കിട്ടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് നിഷാദ് ചേരുന്നു നമുക്ക്. നിഷാദിന് എന്ത് തോന്നുന്നു ഈ പ്രസ്താവന കേട്ടിട്ട്? മന്ത്രി പറഞ്ഞതിൽ പൂർണ്ണമായി യോജിക്കുന്നില്ലെങ്കിലും ഒരു പകുതി ശരിയാണ്. കാരണം AI ക്യാമറകൾക്ക് എന്തെന്നാല്
വയസ്സ് തിരിച്ചറിയാൻ പറ്റും, പ്രായം തിരിച്ചറിയാൻ പറ്റും, പക്ഷെ പൂർണ്ണ തോതിൽ പറ്റൂല. ഇമേജിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും അതും മാറ്റമുണ്ടാവും. വയസ്സ് തിരിച്ചറിയാൻ കഴിയുന്ന ക്യാമറകൾ ഉണ്ടെന്നാണോ ശ്രീ മിഷാദ് ധരിക്കുന്നത്? അങ്ങനെയാണോ? ഞാനിതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അങ്ങനെ ഉണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പ്രായം മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോ നമുക്ക് സാധാരണ നോക്കിയാൽ ഒരാൾ വയസ്സായ ആളെയും ചെറുപ്പക്കാരനെയും തിരിച്ചറിയാൻ കഴിയുമെന്നല്ലാതെ 10, 11, 12 വയസ്സുള്ള കുട്ടികളെ അങ്ങ് മുന്നിൽ നിർത്തിയാൽ ഇത് 10 വയസ്സായി, 11 വയസ്സായി, 12 വയസ്സായി എന്ന് ക്യാമറയിലൂടെ വ്യക്തമാകുമോ? അതാ ഞാൻ പറഞ്ഞ, പൂർണ്ണ തോതിൽ സാധിക്കില്ലെങ്കിലും ചെറുതായി സാധിക്കും. അതുപോലെ മന്ത്രി പറഞ്ഞത് കൂടുതൽ നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പറഞ്ഞതായിരിക്കാനാണ് ചാൻസ്. ഏതായാലും വളരെ നന്ദി നിഷാദ്. ബഹ്റൈനിൽ നിന്ന് വിളിച്ച് താങ്കളുടെ അഭിപ്രായം പങ്കുവെച്ച അനിൽകുമാർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് വട്ടിയൂർക്കാവിൽ നിന്ന്. അനിൽകുമാർ, ഇത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് വഴിവെക്കുമോ? കുട്ടികളെ ബൈക്കിൽ കയറ്റരുത് എന്ന് പറയുന്നില്ല, പക്ഷേ കയറ്റിയാൽ അവർക്ക് പിഴ ഈടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ സംഗതികൾ നീങ്ങുന്നത്? അല്ല, ബൈക്കില് കുട്ടികളെ 3-4 കൊണ്ടുപോകുന്നതിൽ തെറ്റാണ്, നിയമലംഘനം തെറ്റാണ്. പക്ഷേ നമ്മൾ ഈ മന്ത്രി പറയുന്ന ഈ ഗവൺമെന്റിലെ ഈ മന്ത്രിമാര് പറയുന്നത് പലതും ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ നമ്മൾ ഇനിയും കാണാൻ കിടക്കുക. ഇനി 3-2 കൊല്ലം കൂടെ ഇവര് പറയുന്ന മണ്ടത്തരങ്ങൾ ഇനിയും കേൾക്കാൻ കിടക്കുക. കോടതിയിലെ കുറെ കേസ് തൊണ്ടി മുതൽ അത്ഭുതകരമായിട്ട് മാന്ത്രികമായിട്ട് പലതുമായിട്ട് മാറ്റിയ ആളാണ് ആന്റണി രാജു. അപ്പൊ ഇനിയും ഇതേപോലുള്ള പല വിട്ടിത്തരങ്ങളും പറയും. നമ്മളത് കേൾക്കേണ്ടി വരും, നമ്മൾ സഹിക്കേണ്ടി വരും. ഇവരെ സഹിച്ചേ പറ്റുള്ളൂ. വളരെ നന്ദി അനിൽകുമാർ. വട്ടിയൂർക്കാവിൽ നിന്ന് വിളിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിന്. കൊല്ലത്തുനിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ മിഭിലാൽ എന്നല്ലേ പേര് പറഞ്ഞത്? എന്ന് തോന്നുന്നു. താങ്കൾ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളാണോ? അതെ. ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമോ? കാരണം കുട്ടികൾക്കൊരു ഇളവുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് അത് പിഴയടക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതോ ഈ ക്യാമറ മന്ത്രി പറയുന്നത് പോലെ 12 വയസ്സിന് താഴെയുള്ള ആളെ കണ്ടെത്തും എന്ന് വിശ്വസിക്കാമോ? എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നതെന്ന് ഇവര് പറയുന്നത്? എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഈ ക്യാമറ കൊണ്ട് 12, 13, 14 വയസ്സുള്ള ഒരേപോലെ ഇരിക്കുന്ന കുട്ടികളെ എങ്ങനെ കണ്ടെത്തും? എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെയാണ് ക്യാമറയ്ക്കകത്ത് ഒപ്പിയെടുക്കുന്നത്? അതിന് പ്രത്യേക സിസ്റ്റം ഉണ്ട്, പ്രത്യേക വാലിഡിറ്റി ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു 1,60,000, 1,60,000, 2 ലക്ഷം രൂപയ്ക്കകത്തുള്ള ക്യാമറ എടുത്ത് വെച്ച് 9,60,000 രൂപ ക്യാമറ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ച് മൊത്തം പിടിഞ്ഞെടുക്കുന്ന ഈ വളരിതമായി കാണിക്കുന്ന ഈ സർക്കാരിന്റെ കീഴിലുള്ള ഈ മന്ത്രി പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? ഇയാള് പറയുന്ന ഒരു ബുദ്ധി വിശ്വസിക്കാൻ പറ്റുന്നത്. ഏതായാലും വളരെ നന്ദി. താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് അനിൽകുമാർ പറയുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്, ഷാനവാസിന് എന്ത് തോന്നുന്നു? വയസ്സ് കണ്ടെത്താൻ കഴിയുന്ന ക്യാമറകൾ ഷാനവാസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സാർ, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നോർമൽ ഇപ്പൊ ക്യാമറ കണ്ടെത്തുന്നുള്ളതല്ല, അതിനേക്കാളും ഉപരി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കുറിച്ചാണ്. കാരണം അത് മാധ്യമങ്ങളിലോ എവിടെയും ചർച്ചയായിട്ട് വന്നിട്ടില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളെ കുറിച്ച്. കാരണം ഇവർക്ക് ട്രാവൽ ചെയ്യുന്നതിന്റെ ഒരാളുടെ സഹായമില്ലാതെ 2 വീലറിൽ പോവുകയോ ഹെൽമെറ്റ് വെക്കാൻ ഇപ്പൊ പെഡലയ്ക്ക് വയ്ക്കാത്ത കുട്ടികളുണ്ട്. ഇവര് BRC പോലുള്ള സ്ഥാപനങ്ങളിൽ ഫിസിയോതെറാപ്പി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു 11 വയസ്സുള്ള മകനുണ്ട്, ഭിന്നശേഷിക്കാരനാണ്. അവന് BRC കൊണ്ട് ഫിസിയോതെറാപ്പി കൊണ്ടുപോകുമ്പോഴും ഒക്കെ പുറകിൽ ഒരാളിരുന്ന് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് ഇത് എങ്ങും ചർച്ചയിൽ വന്നിട്ടില്ല. കാരണം അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ല, ഒരാൾ സഹായമില്ലാതെ 2 വീലർ യാത്ര ചെയ്യാൻ പറ്റില്ല. അതെ, അത് വലിയൊരു വിഷയമായി തന്നെ ചർച്ച ചെയ്യാനാണ്. പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ദിവസവും ഇവരെ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. അതിന് എല്ലാ ദിവസവും ടാക്സി പിടിച്ചു പോവുക എന്നത് ഒരുപക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയാവും. സാധാരണക്കാരായ വീടുകളിലാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഇളവ് അനുവദിക്കേണ്ടതാണ്, പ്രത്യേകമായി അവരെ പരിഗണിക്കേണ്ടതാണ്, അല്ലേ? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഏതായാലും വലിയൊരു അഭിപ്രായമാണ് താങ്കൾ പങ്കുവച്ചത്. ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മുടെ അധികൃതർ ഈ വിഷയം ഒന്ന് ഗൗരവമായി എടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇത്തരം ആളുകൾ, ഇത്തരം പ്രതിസന്ധി നേരിടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ചയാക്കേണ്ടതും ഉണ്ട്. വളരെ നന്ദി ഷാനവാസ്, ഈ അഭിപ്രായം ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയും പങ്കുവെക്കുകയും ചെയ്തതിന്. തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. സുരേന്ദ്രൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ സാറേ. സുരേന്ദ്രൻ, എന്ത് തോന്നുന്നു? ഇത് നടക്കുന്ന കാര്യമാണോ?
സാറേ, നമ്മളിപ്പോ ഇതിന് മുന്നും ന്യൂസ് ഏരിയയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതില് വന്ന ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത് ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന പ്രശ്നമായിരുന്നു. അപ്പൊ ഗവൺമെന്റ് ആ സെൻട്രൽ മോട്ടോർ ബൈക്ക് ആക്ടില് ഒന്ന് കണ്ണടയ്ക്കാന്ന് വിചാരിച്ചതാണ്. അതിനു മുമ്പ് നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാതിരിക്കേണ്ട ഒരു 100 കേസ് ഒരു ദിവസം ഉണ്ടെങ്കിൽ 1-2 കുട്ടികളുടെ, അതായത് ഇത് അയക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിത് പിക്ചർ നോക്കിയിട്ടാണല്ലോ ഈ ഇന്ന കുറ്റം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഈ പിക്ചറുകൾ കാണിക്കും. അപ്പൊ ഈ അയക്കുന്ന ആൾക്കാർ ഇത് സെൻസർ ചെയ്ത് നോക്കും. അപ്പൊ 100 കേസ് ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഒരു കേസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ 1-2 കുട്ടികൾക്ക് ചിലപ്പോ ഈ പറഞ്ഞ മാതിരിയുള്ള സംവിധാനം ചിലപ്പോ നിഷേധിക്കപ്പെടാം. പക്ഷെ ബാക്കി 98 പേർക്കും കിട്ടും. അപ്പൊ നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് കിട്ടുന്ന ഒരു സംവിധാനം കൂടി ഇല്ലാണ്ടാക്കണ്ടല്ലോ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ഇത് പിഴിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനാ പിഴിയാൻ നിന്ന് കൊടുക്കുന്നത്? ഞങ്ങൾ അതല്ല ഉന്നയിക്കുന്ന ഒരു വിഷയം. ഈ ക്യാമറകൾക്ക് അങ്ങനെ പ്രായം നിർണ്ണയിക്കാൻ കഴിയുമോ? ഇത് വലിയ ആശയക്കുഴപ്പത്തിന് നമ്മളിപ്പോ മന്ത്രിയെ മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം. പക്ഷെ മന്ത്രി ഉദ്ദേശിച്ചത് തന്നെയായിരിക്കും ജനങ്ങൾ ആ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ആ ആക്ടിനെ നമ്മൾ കണ്ണടക്കുക. അതാണ് അതിൽ പരോക്ഷം. ഒരു മന്ത്രി സ്ഥാനത്തിരുന്ന് മന്ത്രിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള ഒഫൻസുകളെ നമ്മൾ കണ്ണടക്കുക, അതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് മന്ത്രിക്ക് മന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ട് പറയാൻ നടക്കുന്ന കാര്യമല്ല അതൊന്നും. അദ്ദേഹം ഒരു തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയതാണെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? സാറേ, നമ്മൾ ഈ നിയമങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഖജനാവിലേക്ക് ഒന്നും പോവില്ല. നമ്മൾ ഈ നിയമങ്ങൾ അനുസരിക്കുക. അങ്ങനെ പിണറായി വിജയനെ അങ്ങോട്ട് തോൽപ്പിക്കുക. നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഈ നിയമങ്ങളും കാര്യങ്ങളും അനുസരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഖജനാവിലേക്ക് ഒന്നും കിട്ടില്ല. അബ്ദുൾ റഹ്മാൻ എന്നൊരു വ്യക്തമാണ്. അബ്ദുൾ റഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അബ്ദുൾ റഹ്മാൻ, എന്ത് തോന്നുന്നു താങ്കൾക്ക്? താങ്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ ഇത്തരം ഒരു ക്യാമറയ്ക്ക് സാധ്യതയുണ്ടോ? വയസ്സ് കണ്ടെത്തി ആളുകളെ ഒഴിവാക്കി കൊടുക്കുന്നത്? ഹലോ സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറിന് തിരിച്ചറിയൽ കാർഡ് ഉണ്ടോ? എനിക്ക് തിരിച്ചറിയൽ ഉണ്ടല്ലോ. താങ്കളുടെ കുട്ടികൾക്കും ഉണ്ടാവുമല്ലോ. അല്ലാതെ 18 വയസ്സ് പ്രായമായതിനു ശേഷം മാത്രമല്ലല്ലോ തിരിച്ചറിയൽ കാർഡും കുട്ടികൾക്കുള്ള ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഈ ബൈക്കും ഈ ഇതിന്റെ കൂടെ പോയ ആൾക്കാരും, അപ്പൊ ആ കുട്ടിക്ക് ഈ പഴയ അടച്ചതാണെങ്കിൽ എന്റെ കുട്ടിക്ക് 12 വയസ്സായിട്ടില്ല എന്നുള്ള രേഖകൾ ഉണ്ടാവില്ലേ? ആ മന്ത്രി അതാണ് ഉദ്ദേശിച്ചത്. ഇത് കാള പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഞാൻ കയറെടുത്തില്ലേ. എനിക്ക് പക്ഷെ കേട്ടപ്പോൾ ലോകത്ത് എല്ലാവർക്കും കേൾക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലല്ല, ഞാൻ പറയട്ടെ, ആർട്ടിഫിഷ്യൽ നിങ്ങൾ മന്ത്രി പറയാത്തത് ഇപ്പോൾ താങ്കൾ അതിനെ വിശദീകരിച്ചങ്ങ് കൊടുത്തു എന്നത് സന്തോഷം തന്നെ. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വൈദഗ്ധ്യം ഈ ക്യാമറകൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. അത് ശ്രീ അബ്ദുൾ റഹ്മാന്റെ ന്യായീകരണം വളരെ നന്നായിട്ടുണ്ട്. അത് ആധാർ കാർഡോ തിരിച്ചറിയൽ കാർഡോ ഒക്കെ ആയിട്ട് ഇനി വരും കാലങ്ങളിൽ ബന്ധിപ്പിക്കാമെന്നത്. പക്ഷേ ജൂൺ 5-ന് 11 വയസ്സുകാരൻ ഒരു മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ അവന് 11 വയസ്സും 3 മാസവുമേ ആയിട്ടുള്ളൂ എന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു ക്യാമറ ഉണ്ട് എന്ന് അങ്ങ് ധരിക്കുന്നുണ്ടോ? കണ്ടെത്തും എന്ന് മന്ത്രി അത് വ്യക്തമാക്കും മുൻപേ നിങ്ങളത് കട്ട് ചെയ്തു. ഹലോ, മന്ത്രി വ്യക്തമാക്കുന്നതല്ല, ഞങ്ങളുടെ പ്രതിനിധിയല്ലേ ചോദ്യം ചോദിക്കുന്നത്, ഞങ്ങളല്ലേ അതിന് ഉത്തരമെടുക്കുന്നത്. ഇത് മന്ത്രിയാണ് പറഞ്ഞത്, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഏതായാലും താങ്കൾ മന്ത്രിയെ സംരക്ഷിക്കാൻ എടുക്കുന്ന ആ ഒരു വലിയ പ്രയത്നത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ജൂൺ 5-ന് കാണാം. നമുക്ക് വീണ്ടും അങ്ങ് ഒന്നും കൂടി വിളിക്കണം. ഇതുപോലെ ആശയക്കുഴപ്പമുണ്ടായ എത്ര പേർ വരുന്നുവെന്ന് നമുക്ക് അന്ന് കാണാം. പൊതുവേദി സമയക്കുറവ് കൊണ്ടാണ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.